സുരേഷ്. മൂവർണ്ണക്കൊടി പാറുന്നു, വിജയകാഹളം ഉയരുന്നു. മൂവർണ്ണക്കൊടി പാറുന്നു, വിജയകാഹളം ഉയരുന്നു. മാവേലിക്കര മണ്ഡലത്തിലെ ഓരോ ജനതയും പാടുന്നു. ഒന്നാണു നമ്മൾ കോൺഗ്രസിൻ തണലിൽ ഭാരത മണ്ണിനെ രക്ഷിക്കാം. ഒന്നാണു നമ്മൾ കോൺഗ്രസിൻ തണലിൽ ഭാരത മണ്ണിനെ രക്ഷിക്കാം. നമ്മുടെ സാരഥി കൊടിക്കുന്നിൽ 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 സുരേഷ്. തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യാരോ, തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യാരോ. നാടിന്റെ രക്ഷയ്ക്ക് നാം അറിഞ്ഞിടണം ചെയ്തങ്ങ് കൂട്ടുന്ന ദുഷ്കൃതങ്ങൾ. നാട്ടാരെ ചുറ്റിച്ചവർ ചെയ്തു കൂട്ടുന്ന കള്ളക്കളികൾ അറിഞ്ഞിടണം. തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യാരോ, തെയ്യക്കം. കുട്ടികൾ ഭിക്ഷാടനത്തിന് നടക്കുന്ന കുട്ടികൾ സുരക്ഷാ സൈന്യത്തെ ഭേദിച്ചുകൊണ്ട് രാഹുൽ ആ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിക്കുകയാണ്. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി ഓടിയടുത്തവർ, രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് ഓടിയടുത്തവർ, അവരെ ചേർത്ത് നിർത്തി രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വസ്ത്രം എന്താണ് ഈ തണുപ്പിനെ മറികടക്കാൻ ഇല്ലാതെ പോയോ എന്ന്. ഞങ്ങൾക്ക് മറ്റൊരു വസ്ത്രം ഇട്ടുമാറാനില്ല രാഹുലേ എന്ന് അവർ പറയുമ്പോൾ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അവിടുന്ന് യാത്ര തുടങ്ങുന്നത് ഒരു ടീഷർട്ടും ഒരു സാധാ പാന്റും ഇട്ടുകൊണ്ടാണ്. കാരണം ആ തണുപ്പിനെ, ആ കുട്ടികൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന തണുപ്പിനെ എനിക്കും അങ്ങനെ തന്നെ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി ഇന്ദിരയുടെ കൊച്ചുമകൻ, രാജീവ് ജിയുടെ പ്രിയപുത്രൻ ഇങ്ങനെ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളുടെ നെഞ്ചിനു നേരെ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതീക്ഷകൾ അസ്തമിച്ചു പോയിട്ടില്ല, ജനാധിപത്യം അസ്തമിച്ചു പോയിട്ടില്ല. നമ്മുടെ രാജ്യം ഇന്നലകളിൽ എങ്ങനെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, മതേതരത്വത്തെ വാരിപ്പുണർന്ന് നമ്മൾ, ജനാധിപത്യത്തെ വാരിപ്പുണർന്ന് നമ്മൾ, ഇന്ത്യയുടെ ബഹുസ്വരത എന്ന സർഗസംഗീതം ഈ നാടിൽ ഒരു സംഗീതമായി പെയ്തിറങ്ങിയ സുന്ദരമായ ഒരു രാജ്യത്തെയാണ് ഇന്ന് ജാതി പറഞ്ഞ് മതം പറഞ്ഞ് പരസ്പരം കലഹിപ്പിക്കാൻ ഒരു ഭരണകൂടം തന്നെ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുമ്പോൾ ഒരേ ഒരു ലക്ഷ്യം, അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ. സ്ഥാനാർത്ഥി 20 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് രാജ്യത്ത് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമ്മുടെ മാവേലിക്കരയുടെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള പരിചയസമ്പന്നരും പരിണിത പ്രജ്ഞരുമായ സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാജ്യത്തു നിന്ന് ഫാസിസ്റ്റ് വർഗീയ ശക്തികളെ, വളരെ ലളിതമായി പറഞ്ഞാൽ രാജ്യത്തു നിന്നും വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഈ മൂവർണ്ണ പൊൻകൊടി ഉയർത്താൻ ഒരു യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇവിടെ CPM
ബി.ജെ.പിയുടെ ബി ടീമായി പണിയെടുക്കുന്നത്. ബി.ജെ.പിയുടെ ബി ടീമായി ഇവിടെ CPM പണിയെടുക്കുകയാണ്. ഇത് ഞങ്ങൾ കുറെ കാലം കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി പറയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കുറെ ആളുകൾക്ക് ഇപ്പോഴും അത് തിരിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ്. അവസാനത്തെ ചില പ്രതികരണങ്ങൾ ഇപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ അടുത്ത ദിവസങ്ങളിലെ 1-2 സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ബി.ജെ.പിയുടെ നേതാക്കന്മാരുടെ, CPM-ന്റെ നേതാക്കന്മാരുടെ, ഇടതുപക്ഷത്തിന്റെ കൺവീനറിന്റെ എന്തായിരുന്നു അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ? EP ജയരാജൻ പറയുന്നു, ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് BJP കേരളത്തിൽ നിർത്തിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും 2ാം സ്ഥാനത്ത് BJP വരും എന്ന് പറയുന്നത് NDA-യുടെ കൺവീനർ അല്ല, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല, LDF-ന്റെ കൺവീനർ EP ജയരാജൻ പറയുകയാണ്. അത് കഴിഞ്ഞപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. ആരുടേതാണ്? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ. എന്തായിരുന്നു അത്? കണ്ണൂരിലും വടകരയിലും UDF ജയിക്കില്ല. നമ്മൾ ഈ പരസ്പരം ഈ പ്രസ്താവനകളൊന്ന് കൂട്ടി വായിച്ചു നോക്കണം. എന്താണ് കണ്ണൂരും വടകരയും ജയിക്കില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, കണ്ണൂരും വടകരയും CPM-ഉം BJP-യും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി കണ്ണൂരിൽ BJP സ്ഥാനാർത്ഥിയെ തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുകയും വടകരയിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുകയും ചെയ്യുക. തൃശൂരും വടകരയും തമ്മിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കുന്നു, വോട്ട് കച്ചവടം നടത്താൻ ധാരണയായിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിനെ CPM അഭിമുഖീകരിക്കുമ്പോൾ CPM-ന് എന്ത് ബാധ്യതയാണുള്ളത്? ഇവിടുത്തെ BJP-യുമായി CPM 542 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും BJP-യുമായി CPM മുഖാമുഖം ഏറ്റുമുട്ടുന്നുണ്ടോ? ഈ രാജ്യത്ത് BJP-യുമായി CPM മുഖാമുഖം മത്സരിക്കുന്നില്ലല്ലോ. അങ്ങനെ അത്തരത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കുപ്രചരണങ്ങൾ നടത്തി നോക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ തിരികെ പിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചേ പറ്റൂ. CPM ഒരു ഭാഗത്ത് കൂടി അക്രമ രാഷ്ട്രീയം ഇത് ചർച്ച ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുകയാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി CPM മാറിക്കൊണ്ടിരിക്കുന്നു. CPM-ന്റെ വിദ്യാർത്ഥി സംഘടന SFI നമുക്കറിയാം. എന്റെ മുന്നിൽ അമ്മമാരിപ്പുണ്ട്, സഹോദരന്മാരിപ്പുണ്ട്. വയനാട് വെറ്റിനറി കോളേജിലെ സംഭവം, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി SFI ആക്രമിക്കുകയാണ്. എത്തരത്തിലാണ് ആക്രമിച്ചത്? ആൾക്കൂട്ട വിചാരണയിൽ കൂടി 3 ദിവസക്കാലം ഒരു ചെറുപ്പക്കാരനെ 3 ദിവസക്കാലം ആൾക്കൂട്ട വിചാരണ നടത്തി. അവൻ കോളേജിൽ നിന്നും അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവന്റെ സഹപാഠിയായ SFI-കാരൻ സിദ്ധാർത്ഥനെ തിരികെ വിളിക്കുകയാണ്. നിങ്ങൾ തിരിച്ചു വരണം. സിദ്ധാർത്ഥനോട് പറയുകയാണ്, നിങ്ങൾ തിരിച്ചു വരണം, തിരിച്ചു വന്നിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കണം. എങ്ങനെയാണ് പറഞ്ഞു പരിഹരിക്കേണ്ടതെന്ന് അറിയുമോ? SFI-ക്ക് ഈ കോളേജിൽ അഖിലിതമായ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. എന്തായിരുന്നു ഈ വാക്ക് കേട്ടുകൊണ്ട് തിരികെ വന്ന സിദ്ധാർത്ഥന്റെ അനുഭവം? എന്തായിരുന്നു SFI-യുടെ ജനാധിപത്യ കേരളത്തിൽ SFI-യുടെ അഖിലിതമായ നിയമം എന്തായിരുന്നു? ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ 3 ദിവസക്കാലം പട്ടിണിക്കിട്ട് കൊല്ലുമ്പോൾ 3 ബെൽറ്റ് പൊട്ടുമാറ് 3 ദിവസക്കാലം ഈ ബെൽറ്റ് പൊട്ടുമാറ് അടിച്ച് ആ ബെൽറ്റ് പൊട്ടിക്കഴിയുമ്പോഴും ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ മലത്തിൽ കിടത്തി അവന്റെ നാഭിയിലേക്ക് ആഞ്ഞാഞ്ഞ് ചവിട്ടുകയാണ് ഈ SFI-യുടെ കലാപകാരികൾ. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർ, നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ 1000 പ്രതീക്ഷകളുമായിട്ടല്ലേ ഈ കോളേജുകളിലേക്ക് പറഞ്ഞു വിടുന്നത്? ഏതെങ്കിലും ഒരു SFI-കാരനെ തല്ലിച്ചതച്ചു കൊല്ലാൻ ഏതെങ്കിലും ഒരു മാതാവ് ഒരു പൊന്നുമോനെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പൊന്നുമോനെ ഈ SFI-കാരന് 3 ദിവസം ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്നു കളയാൻ ഏതെങ്കിലും ഒരു പിതാവ് തന്റെ പ്രിയപ്പെട്ട പുത്രനെ വളർത്തി വലുതാക്കിയിട്ടുണ്ടോ? SFI-കാരാ, നിങ്ങൾ എന്താണ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ ഈ രാജ്യത്ത് അക്രമം അഴിച്ചുവിടുകയാണ്. നിങ്ങൾക്ക് ഇതിനൊക്കെ ഈ പിന്തുണ തരുന്നത്, നിങ്ങൾ ഈ അക്രമങ്ങളെല്ലാം അഴിച്ചുവിടുമ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം പിന്തുണ നൽകുന്നത് നിങ്ങളുടെ യജമാനനാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആരാണ് യജമാനൻ? നിങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന, സൂര്യനെ പോലെ തിളങ്ങുന്ന, കഴുകനെ പോലെ പാടിപ്പറക്കുന്ന, ഈ ലോകം മുഴുവൻ ഉണ്ടാക്കാൻ തന്റെ കാരണഭൂതൻ ആയി എന്ന് നിങ്ങൾ തിരുവാതിരപ്പാട്ട് പാടി നിങ്ങൾ പ്രശംസിച്ച് കാലത്തിന്റെ ചവറ്റുകൂലയിലേക്ക് പോയി ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത പശ്ചിമ ബംഗാൾ പോലെ, ത്രിപുര പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ
ആ പിണറായി വിജയനാണ് നിങ്ങളുടെ യജമാനൻ. ആ പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ആ പിണറായി വിജയൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾ, ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ചെടിച്ചട്ടിയും കമ്പിവടിയും ഉപയോഗിച്ച് തലതല്ലി പൊളിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരള ജനതയെ മൊത്തം അപഹാസ്യരാക്കി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്തായിരുന്നു? രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന്. നമ്മൾ രക്ഷാപ്രവർത്തകരെ കണ്ടവരാണ് ചെങ്ങന്നൂരുകാർ. എന്നായിരുന്നു രക്ഷാപ്രവർത്തകർ? 2018 പ്രളയം വന്ന് ഈ നാട് മുഴുവൻ മുങ്ങിപ്പോയപ്പോൾ മത്സ്യത്തൊഴിലാളികളായ അനേകായിരം എണ്ണം ഈ നാട്ടിൽ വന്നിറങ്ങിയാണ്. അവരെയാണ് കേരളം സ്നേഹത്തോടെ വിളിച്ചത് രക്ഷാപ്രവർത്തകരെന്ന്. ആ പേരിട്ട് ഈ തനി ക്രിമിനലുകളെ, ഈ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ രക്ഷാപ്രവർത്തകരെന്ന് വിളിച്ച ക്രിമിനലായ ഒരു മുഖ്യമന്ത്രി നിങ്ങളാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ അക്രമങ്ങൾക്കും ഈ SFIയെ അഴിഞ്ഞാടാൻ വിടുന്നത് നിങ്ങളാണ്. എന്തൊക്കെ വിവരക്കേടുകളാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു ചാനലിലെ പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ ഒരു സാധാ വോട്ടർ ചോദിക്കുകയാണ്, കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിൽ നെഞ്ചത്ത് വേദനയായിട്ട് ഒരാൾ വന്നാൽ അതിന് പറ്റിയ സൗകര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന്. ഒരു ജനാധിപത്യ ചർച്ചയല്ലേ? ഒരു മര്യാദ വേണ്ടേ? ഒരു ജനാധിപത്യ ചർച്ച നടത്തുമ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വന്നാൽ അതിന് വേണ്ട സാധന സാമഗ്രികളും ചികിത്സാ സൗകര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐയുടെ നേതാവ്, നമ്മുടെ വാഴക്കുലയ്ക്കുള്ള ഡോക്ടറേറ്റ് കിട്ടിയ സഹോദരി അവിടെ നിന്നുകൊണ്ട് പറയുക, ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നില്ല എന്ന്. ഇവിടെ ഉളുപ്പ് വേണ്ടേ? ഇതാണോ അതിന്റെ മറുപടി? രാജ്യത്തെ ഏതെങ്കിലും ഒരു പോരായ്മ ഒരു വോട്ടർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് പരിഹാരം പറയുന്നതിന് പകരം ഞങ്ങൾ അവിടെ പൊതിച്ചോറ് കൊടുക്കുകയാണെന്നല്ല പറഞ്ഞാണ്. ഇവിടെ ടോമി സാർ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ നേതാക്കൾ ഈ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഈ രാജ്യത്ത് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ ബാലൻസ് ചെയ്യാൻ പറയുന്നത് ഞങ്ങൾ 1000 വീട് വെച്ചു കൊടുത്തില്ലേ? അങ്ങനെയാണോ ഞങ്ങൾ പറയുന്നത്? ഞങ്ങൾ അതിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. അതുകൊണ്ട് CPM ഈ കാര്യത്തിൽ എത്രത്തോളം അധപ്പതിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് കേരള ജനത നിങ്ങളെ എല്ലാ തരത്തിലും, ഏത് തരത്തിലാണോ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഒരു ജനത വെറുക്കുന്നത്, അതിന്റെ ബി ടീമായ ഇടതുപക്ഷ ഭരണകൂടത്തെയും കേരളത്തിലെ ജനത വെറുത്തു കളഞ്ഞു. കാരണം വിലക്കയറ്റം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർ, അമ്മമാർ ഒന്ന് ചിന്തിച്ചു നോക്കേ, ഏത് സാധനത്തിനാണ് ഇനി വില കയറാനുള്ളത്? രാവിലെ നമ്മുടെ വീട്ടിൽ വരുന്ന പാല് മുതൽ നിത്യോപയോഗ സാധനങ്ങളെല്ലാം, എല്ലാ സാധനങ്ങളുടെയും വില വർധനമുണ്ടായി. ഇതുപോലൊരു വിലക്കയറ്റം രാജ്യത്തുണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ ഈ നാടിനെ നശിപ്പിച്ച് അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും വക്താക്കളാക്കി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ മാവേലിക്കര പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അഭിമാന പുരസ്സരം ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. ആരാണ് കൊടിക്കുന്നിൽ? അപവാദ പ്രചാരകർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു അടഞ്ഞ പുസ്തകമല്ല നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പൊതുജനത്തിന്റെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. 1989 KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ക്ഷുഭിത യൗവനം അരുതായ്മകളോട് പോരടിച്ച് 989 ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഈ മൂവർണ്ണ പൊൻകൊടിയും പിടിച്ച് നടന്നു കയറിയ പരിണിത പ്രജ്ഞനായ പാർലമെന്റേറിയൻ കൊടിക്കുന്നിൽ സുരേഷ് 3.5 പതിറ്റാണ്ട് കഴിയുമ്പോൾ ഈ നാടിനെ കണ്ടറിഞ്ഞ് ഈ നാടിന്റെ ഓരോ ഗ്രാമപ്രദേശങ്ങളെയും തൊട്ടറിയുന്ന വികസനങ്ങളുടെ രാജകുമാരനായി മാറിയ കൊടിക്കുന്നിൽ സുരേഷ് നാടിനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞങ്ങൾ കണ്ടറിഞ്ഞതാണ്. ഓരോ ഗ്രാമാന്തരങ്ങളിൽ കൂടി കൊടിക്കുന്നിൽ സുരേഷിന്റെ പര്യടനം പോകുമ്പോൾ ജീപ്പിൽ നിന്ന് വന്ന് ഒരു മാതാവ് വന്ന് കൈക്ക് പിടിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഇറക്കുകയാണ്. എന്റെ വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് വേണം പോകാനെന്ന് പറയാൻ കൊടിക്കുന്നിൽ സുരേഷ് ആ അമ്മയുടെ പുറകെ ആ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്താണ്? ആ അമ്മയ്ക്കൊരു മകനെ പോലെ ഈ സ്ഥാനാർത്ഥിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാനും ആ അമ്മയുടെ കൂടെ ഒരു മകനെ പോലെ ഈ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഇറങ്ങി പോകാനുമുള്ള സ്വാതന്ത്ര്യം മാവേലിക്കരയിൽ ഉള്ളിടത്തോളം കാലം ഇടതുപക്ഷക്കാര നിന്റെ ഒന്നും ദുഷ്പ്രചരണങ്ങൾ ഈ മാവേലിക്കരയുടെ മണ്ണിൽ വില പോകില്ല എന്നാണ് ഞങ്ങൾ പറയുവാനുള്ളത്. അവകാശ സമരങ്ങളുടെ പോർക്കളത്തിൽ നമുക്കറിയാം, മുളക്കരയുടെ മണ്ണിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ താമസിക്കുന്ന അടുക്കളയുടെ അടുപ്പിളക്കിയിട്ട് ഏറ്റവും വലിയ അഴിമതിയുടെ കുറ്റിയായ കേരയിൽ കുറ്റി സ്ഥാപിക്കാൻ വന്നു ഇടതുപക്ഷക്കാരൻ. അക്രമം അഴിച്ചുവിട്ടു. പോലീസിനെ ഉപയോഗിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളെ തല്ലി തകർക്കാൻ ശ്രമിച്ചു.
അവിടേക്ക് ഒരു രക്ഷകനില്ലാതെ മന്ത്രിയും MLA-യും പഞ്ചായത്തുമെല്ലാം ഈ ഭരണവർഗത്തിന്റെ ഈ അരുതായ്മകൾക്ക് കൂട്ടുനിന്നപ്പോൾ ഒരു രക്ഷകനെ പോലെ അവിടെ ഇറങ്ങി കൊടിക്കുന്നിൽ സ്വദേശി മുളക്കരയുടെ മണ്ണിൽ എന്നിട്ട് കാക്കിയിട്ട പോലീസുകാരന്റെ നെഞ്ചത്ത് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും, നിങ്ങൾക്ക് ലാത്തി ചാർജ് ചെയ്യേണ്ടി വരും. എന്റെ ഈ ജനതയെ ഇവിടെ നിന്ന് പറിച്ചു മാറ്റാൻ, തുണച്ചു മാറ്റാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ആ സമരക്കാരുടെ മുന്നിൽ നിന്ന് നയിച്ച കൊടിക്കുന്നിൽ സുരേഷാണ് പ്രിയമുള്ളവരെ നമ്മുടെ സ്ഥാനാർത്ഥി. പ്രിയമുള്ളവരെ, ഈ കെട്ടകാലത്ത് ജാതിയുടെ വർഗത്തിന്റെ പേരിൽ അരുതായ്മകളുടെ കാലത്ത് ഒരു ST വിഭാഗത്തിൽ നിന്നും വന്ന ഒരു പ്രിയങ്കരനായ ഒരു പരിണിതപ്രജ്ഞനായ ഒരു സ്ഥാനാർത്ഥി നമുക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട സാരഥിയെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി നമുക്ക് അയക്കേണ്ടതുണ്ട്. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ബഹുമാനായ ജൂണി കുതിരവട്ടത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ EY ഹനീഫ മൗലവി ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആമുഖമായി സംസാരിക്കുന്നതിന് KPCCയുടെ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എബി കുര്യാക്കോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദയവായി ഹാളിന് പുറത്തു നിൽക്കുന്നവർ അകത്തുള്ള കസേരകളിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനരായ നേതാക്കന്മാരെ, നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനുള്ള സമയം 25-ാം തീയതി വരെയാണ്. നമ്മൾ ചില ബൂത്ത് പ്രസിഡന്റുമാർ വോട്ടർ പട്ടിക വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാന്നാർ ചെങ്ങന്നൂർ ബ്ലോക്കിലെ മണ്ഡലം പ്രസിഡന്റുമാർ ദയവായി ഇവിടെ നമ്മൾ ഒരു സെറ്റ് വോട്ടർ പട്ടികയുടെ നേരത്തെ ഒരു സെറ്റ് വോട്ടർ പട്ടിക എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരെയും ബൂത്ത് പ്രസിഡന്റുമാരെയും ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അഡീഷണലായിട്ട് ഒരു സെറ്റ് വോട്ടർ പട്ടികയുടെ ഈ കൺവെൻഷൻ്റെ ഈ കൺവെൻഷൻ കഴിയുന്ന മുറയ്ക്ക് മണ്ഡലം പ്രസിഡന്റുമാർ അതാത് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ മേടിച്ചുകൊണ്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, UDF-ൻ്റെ ചെങ്ങന്നൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഔദ്യോഗികമായി ആരംഭിക്കും. നമ്മുടെ ഈ കൺവെൻഷനിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേരും. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് രാവിലെ മുതൽ തന്നെ ചെങ്ങന്നൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹവും താമസിയാതെ തന്നെ ഇവിടെ എത്തിച്ചേരും. ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും ഈ സമ്മേളന വേദിയിൽ എത്തിയിട്ടുണ്ട്. വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും നമ്മുടെ രാഷ്ട്രീയ യുദ്ധത്തിൻ്റെ മുന്നണി പോരാളികൾ ഈ നിയോജകമണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ നിന്നും ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാർ എല്ലാവരും രാവിലെ തന്നെ ഈ YMCയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട വനിതാ നേതാക്കൾ ഈ സൈഡിൽ സ്ഥലമുണ്ട് കേട്ടോ, ഈ സൈഡിലോട്ട് വന്നിട്ട് ഇവിടോട്ട്. നമ്മുടെ ഈ YMCയ്ക്ക് അകത്തും പുറത്തും നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ബാൽക്കണിയിൽ സൗകര്യമുണ്ട്. എല്ലാവരും അച്ചടക്കത്തോട് ഇരുന്ന് നമ്മുടെ ഈ സമ്മേളനം ഒരു വൻ വിജയമാക്കണം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ആമുഖത്തെക്കുറിച്ച് ഞാനൊന്നും പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഓരോ ദിവസം കഴിയുന്തോറും നാം മനസ്സിലാക്കിയാണ്. ഇന്നലെ ഡൽഹിയിൽ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യമന്ത്രിയെ
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ BJP ഫാസിസ്റ്റ് ഭരണകൂടം ഏകാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ എന്തുകൊണ്ട് BJPയും നരേന്ദ്രമോദിയും ഇങ്ങനെ ചെയ്യുന്നു? BJP നേതാക്കന്മാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പത്തനംതിട്ടയിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടുന്നത് 400+, 400 അധികം. അദ്ദേഹം രണ്ടാമതായിട്ടൊരു വാചകം പറഞ്ഞു, കേരളത്തിൽ 2 അക്കം തികയും. അപ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യം പറഞ്ഞത് കള്ളമാണ്. കാരണം സ്വപ്നത്തിൽ പോലും BJPക്ക് 1 സീറ്റ് കിട്ടുമെന്ന് ആരും പറയുന്നില്ല. കേരളത്തിൽ 10 സീറ്റിലധികം കിട്ടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി 400+. അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ്. BJP വിജയിച്ചു വരുമെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ അവർ എന്തിനെയോ ഭയപ്പെടുന്നു. ഇന്ത്യ രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വലിയ കാലതാമസം നേരിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച തീയതി ചരിത്രത്തിൽ ആദ്യമായി തിരുത്തി. കാരണം 4 അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2 സ്ഥലത്ത് ജൂൺ മാസം 2-ാം തീയതി കാലാവധി തീരുന്നു. അതുപോലും മറന്നുകൊണ്ട് വോട്ടെണ്ണൽ ജൂൺ മാസം 4-ാം തീയതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നരേന്ദ്രമോദിയും അമിത്ഷായും അവരുൾപ്പെടുന്ന കോക്കസ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനെയോ ഭയക്കുന്നു. മറ്റൊന്നുമല്ല ഭയക്കുന്നത്, BJPയുടെ പരാജയത്തെ തന്നെയാണ് അവർ ഭയക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഇന്ത്യയിൽ BJPക്കെതിരെ മത്സരിക്കുന്ന മുന്നണികളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, 9 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പില്ല. അതിൻ്റെ സംസ്ഥാന പദവി മാറ്റി കേന്ദ്രഭരണ പ്രദേശമാക്കി. എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പ് നടത്തുവാൻ അനുയോജ്യമാണ്. ആ ഇന്ത്യക്കാരായ ജനങ്ങൾ BJPക്കെതിരെ ജനവിധി ഉണ്ടാകും എന്ന് മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പില്ല. നമുക്കറിയാം കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്. കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 കിട്ടി. ആലപ്പുഴയിൽ ശ്രീ KC വേണുഗോപാൽ ഇന്ത്യ മുന്നണിക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതിശക്തമായി നേതൃത്വം നൽകുന്ന ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നപ്പോൾ കേരളത്തിന്റെ റിസൾട്ട് നമുക്കറിയാം. എത്രയാണ്? 20-20. കേരളത്തിന്റെ റിസൾട്ട് ഏപ്രിൽ മാസം 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ മാസത്തിൽ ഫലം വരുമ്പോൾ കേരളത്തിലെ പാർലമെന്റിന്റെ റിസൾട്ട് എന്താണ്? നമ്മൾ സന്തോഷത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു, 20-20 അല്ലേ? 20-20 കേരളത്തിലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിൽ 39 MP-മാരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് വട്ടപൂജ്യമാണ്. ഇപ്രാവശ്യവും തമിഴ്നാട്ടിൽ ശ്രീ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസും, അവിടെ നമ്മുടെ പിണറായിയും ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയെല്ലാം തമിഴ്നാട്ടിൽ മുന്നണിയായി നമ്മളുടെ കൂടെയാണ്. തമിഴ്നാട്ടിൽ BJPക്ക് കിട്ടാൻ പോകുന്ന സീറ്റ് ഇപ്രാവശ്യം എത്രയാണ്? വട്ടപൂജ്യം തന്നെ. സംശയമുണ്ടോ? ഇല്ല. കർണാടകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് 1 സീറ്റാണെങ്കിൽ 18 അടവും 19 അടവും പയറ്റി ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുവാൻ BJP ശ്രമിച്ചുവെങ്കിൽ കർണാടകത്തിലെ ജനങ്ങൾ അവർ വാരി പുണർന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രചരണ പരിപാടി നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ കർണാടകത്തിൽ ഇപ്രാവശ്യം ആകെയുള്ള സീറ്റിൽ നമുക്കറിയാം 28 സീറ്റിൽ കേവലം 2-3 സീറ്റുകൾ മാത്രമാണ് BJPക്ക് കിട്ടുവാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിട്ടിയത് 25 സീറ്റാണ്. തൊട്ടടുത്ത സ്ഥലമായ തെലങ്കാനയിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഇതര മുന്നണി ഗവൺമെന്റാണ് അധികാരത്തിലിരുന്നു എങ്കിൽ നമുക്കറിയാം രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ ഇന്ന് ഭരണം നടത്തുന്നത്
കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ്. തെലങ്കാനയിൽ BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുവാൻ സാധ്യതയില്ല എന്നാണ് സർവേ റിപ്പോർട്ടുകളുടെ ഫലം പുറത്തു വരുന്നത്. പിന്നീടുള്ള സ്ഥലം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആന്ധ്രാപ്രദേശിൽ BJPക്ക് കിട്ടുവാൻ സാധ്യതയുള്ളത് കേവലം 4 സീറ്റ് മാത്രമാണ്. ഇങ്ങനെ ഇനിയുമുള്ളത് പുതുച്ചേരി യൂണിയൻ ഭരണകേന്ദ്രത്തിൽ 1 സീറ്റ്. കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസിനാണ്, ഇപ്രാവശ്യവും നമ്മൾ DMK മുന്നണിയുണ്ട്. ആ സീറ്റ് വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ ലഭിക്കും. അതുകൊണ്ട് നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ ആകെ സീറ്റുകളുടെ എണ്ണമെടുക്കുമ്പോൾ BJPക്ക് കിട്ടുവാൻ പോകുന്നത് കേവലം 7-8 സീറ്റുകൾ മാത്രമാണ്. ഇപ്പുറത്ത് കേരളമടക്കം, തമിഴ്നാടടക്കം, കർണാടകയും തെലങ്കാനയും ആന്ധ്രാപ്രദേശും പുതുച്ചേരിയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി അജയ്യമായ നേതൃത്വത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. BJP ഏറ്റവും കൂടുതൽ തറവേല നടത്തിയ സ്ഥലം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര എന്ന് പറയുന്നത് സ്വതന്ത്ര രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നാടാണ്. ആ നാട് എന്നും സ്വതന്ത്രമായി ചിന്തിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ജന്മം നൽകിയ നാടാണ് ബോംബെ. അവിടെയാണ് ആദ്യമായി AICC സമ്മേളനം നടത്തിയത്. അവിടെ മഹാനായ അംബേദ്കർക്ക് ജന്മം നൽകിയ സ്ഥലമാണ്. അവിടെയൊന്നും പോരാട്ട ഭൂമിയാണ്. ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരെ, അഹങ്കാര രാഷ്ട്രീയത്തിനെതിരെ എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിനെ പിളർത്തുവാൻ, ശിവസേനയെ പിളർത്തുവാൻ, ശരത് പവാറിന്റെ പാർട്ടിയായ NCPയെ പിളർത്തുവാൻ അവർ BJP നടത്തിയ ശ്രമങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെ പുറത്തു വന്നതാണ് ശ്രീ അശോക് ചവാന്റെ കാര്യം. ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയിൽ വെച്ച് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ്. അശോക് ചവാൻ ഫോണിൽ വിരളിച്ച് കരഞ്ഞു. കാരണം BJPക്കാർ പറയുന്നു പഴയ ഒരു കേസുണ്ട്, EDയെ കൊണ്ട് കേസെടുപ്പിച്ച് ഞങ്ങൾ ജയിലിലടയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ രോഗങ്ങളുടെ നടുവിൽ അത് താങ്ങുവാൻ കഴിയാത്തത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് പോയത്. ഭയപ്പെടുത്തിയാണ് രാഷ്ട്രീയ പ്രവർത്തകരെ നിശബ്ദരാക്കുന്നത് BJP. പക്ഷേ ഒന്ന് നമുക്കറിയാം, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 2ാം ന്യായി യാത്ര കടന്നു വന്നപ്പോൾ ഇന്ത്യയിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് തടിച്ചു കൂടിയവർ ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. ജനവികാരത്തെ തകർക്കുവാൻ BJPക്ക് കഴിയില്ല, നരേന്ദ്രമോദിക്ക് കഴിയില്ല. അത് അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നമുക്കറിയാം, UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MPമാരുള്ള സംസ്ഥാനമാണ്. 48 MPമാർ. ഇപ്രാവശ്യം ശരത് പവാറിന്റെ നേതൃത്വത്തിൽ, ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതാവ്, കർഷക നേതാവ് നാനോ പട്ടോളയുടെ നേതൃത്വത്തിൽ 40-ൽ പരം സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ജയിച്ചു വരുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. മഹാരാഷ്ട്രയിൽ BJPയുടെ സ്ഥിതി അതിദയനീയമായി ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ സമ്മേളനം നടത്തിയത് ബീഹാറിലാണ്, പാറ്റ്നയിൽ. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ നാടാണ്. ഇന്ദിരാഗാന്ധിയെ പോലും രാഷ്ട്രീയത്തിൽ തിരുത്തൽ ശക്തിയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്നും കറക്റ്റീവ് ഫോഴ്സായി നിന്നിട്ടുള്ള സോഷ്യലിസ്റ്റുകളുടെ നാടാണ് ബീഹാർ. ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ റാലി നടത്തിയപ്പോൾ അവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയും നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം അവിടെ എത്തിയിരുന്നു. ആ റാലിയിൽ പങ്കെടുത്തത്, ബീഹാറിലെ റാലിയിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം അറിയണ്ടേ? 15 ലക്ഷം പേരാണ് ആദ്യത്തെ ഇന്ത്യ റാലിയിൽ ബീഹാറിൽ പാറ്റ്നയിൽ പങ്കെടുത്തത്. റാലി നടന്ന 2 സ്ഥലത്ത്, മഹാരാഷ്ട്രയിലും പാറ്റ്നയിലും ജനക്കോടികളാണ്. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ ആവേശത്തോടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സൂചിക എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് കിട്ടിയത് ഓരോ സീറ്റുകളാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്കറിയാം അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ.
ഡൽഹിയിലും ഹരിയാനയും അടക്കമുള്ള സ്ഥലങ്ങളിൽ AAPയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യത്തിലാണ്. 17-18 സീറ്റുകളുടെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും BJPക്ക് അവിടെ ഉണ്ടാകിയില്ല. UPയിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായി BJPക്കെതിരെയുള്ള മുന്നണി അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. UPയുടെ തെരഞ്ഞെടുപ്പ് ഫലവും വ്യത്യസ്തമാണ്. 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവർക്ക് കിട്ടിയത് 303 സീറ്റാണെങ്കിൽ BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഖ്യയാണ് 2019 BJPക്ക് കിട്ടിയത്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ഒരു കാരണവശാലും 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് അതിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഏതാണ്ട് 100-ൽ പരം 140-ൽ പരം സീറ്റുകളുടെ കുറവായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. വീണ്ടും സംസ്ഥാനങ്ങളുണ്ട്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ, പഞ്ചാബ് ഉൾപ്പെടെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ എത്രയോ സ്ഥലങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. 543 സ്ഥലങ്ങളിൽ ജമ്മു കാശ്മീർ ഒഴിച്ചുള്ളിടത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സംശയം വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2004 അവർ പറഞ്ഞില്ലേ, വാജ്പേയിയുടെ കാലത്ത് എന്താ പറഞ്ഞത്? ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യം ഉയർത്തി BJP തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നു. പക്ഷേ 2004 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJP തോറ്റു. നമുക്കറിയാം, UPA ഗവൺമെന്റ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ മിറക്കിൾ നടന്നു, ഒരു രാഷ്ട്രീയ അത്ഭുതം നടന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുള്ള ചിന്ത, ഒരു സംശയം വേണ്ട, പോരാട്ട ഭൂമിയിൽ മുന്നണി പോരാളികളാണ് നമ്മളെല്ലാവരും. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത, ഇന്ത്യ മുന്നണിയെ തിരികെ അധികാരത്തിൽ കൊണ്ടുവരുന്നിടം വരെ നമുക്ക് വിശ്രമമില്ലാതെ നമുക്ക് പ്രവർത്തിക്കേണ്ടി വരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ കാണേണ്ടത്. നമുക്ക് സംസ്ഥാനത്തെ കുറിച്ചെത്തിയാൽ പിണറായി സർക്കാരിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് എന്ത് പറയാനാണ്? ആക്ഷേപകരമായ ചരിത്രമാണ് കേരളത്തിൻ്റെത്. രണ്ടാം മോഡി സർക്കാർ ജനാധിപത്യ അവകാശങ്ങൾ മുഴുവൻ തകർത്തു എങ്കിൽ, രണ്ടാം പിണറായി സർക്കാർ കേരളത്തിന്റെ സംസ്കാരവും മാന്യതയും വിദ്യാഭ്യാസ നയവും നമ്മുടെ ക്യാമ്പസുകളുടെ മഹത്വവും എന്തിനേറെ പറയുന്നു, സാമ്പത്തിക രംഗം വരെ തകർത്തു കളഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയില്ല. ഈ മാർച്ച് മാസത്തിൽ പെൻഷൻകാർ അവരുടെ അവകാശം, അവർക്ക് പെൻഷൻ കിട്ടിയില്ല. കേവലം കർഷക തൊഴിലാളികളടക്കം പാവപ്പെട്ടവർ 1200 രൂപ ഒരു മാസം അവർക്ക് കിട്ടിയിരുന്ന പെൻഷൻ അടക്കം വിതരണം ചെയ്യുവാൻ കഴിയാത്ത തരത്തിൽ ഭരണരംഗത്ത് തകർന്ന് തരിപ്പണമായ പിണറായി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ ആലോചിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളുടെ സ്ഥിതി എന്താണ്? സിദ്ധാർത്ഥ് നമ്മുടെ മനസ്സിൽ ഒരു നീറുന്ന വേദനയല്ലേ? അമ്മയച്ഛന്മാർ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഒരു മകനെ പോലെ ഒരു പാവപ്പെട്ട വീട്ടിൽ പഠിച്ചു മിടുക്കനായി വെറ്റിനറി സർവകലാശാലയിൽ ജോലി കിട്ടിയ സിദ്ധാർത്ഥിന്റെ ക്രൂരമായ മരണം, ആ ക്രൂരമായ മരണം ഗവൺമെന്റ് സ്പോൺസേർഡാണ്. SFIക്കാർ ഈ ക്രൂരമായ കൊലപാതകം നടത്തിയെങ്കിൽ കൊലപാതകികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി സർക്കാർ എന്ന് നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്, വൈക്കേറിയസ് ലയബിലിറ്റി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ് വെറ്റിനറി കോഴ്സ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരമുള്ളതാണ് വെറ്റിനറി ഡോക്ടർമാർ, മൃഗ ഡോക്ടർമാർ. നമ്മളുടെ വീട്ടിലെ പശുക്കളെയാണ് നോക്കുന്നതെങ്കിൽ ഇന്ന് വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ പോലും വെറ്റിനറി സയൻസുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ആ സ്പെഷ്യലൈസ് കോഴ്സായ വെറ്റിനറി കോഴ്സ് അവിടെ പഠിക്കുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ
കൊല ചെയ്ത് ക്യാമ്പസിനുള്ളിൽ കെട്ടിത്തൂക്കിയ സർക്കാരാണ് പിണറായി സർക്കാർ. മനസ്സാക്ഷിയുള്ള ഒരമ്മയ്ക്കും ഒരച്ഛനും ഒരു കേരളീയനും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുവാൻ കഴിയുകയില്ല, ആരും വോട്ട് ചെയ്യുകയില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ഇത് മാത്രമാണോ ഇന്ന് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി സബ്സിഡി വഴി ഒന്നും വിതരണം ചെയ്യുന്നില്ല. നമ്മൾ റേഷൻ കടയിൽ ചെന്നാൽ നമ്മളെല്ലാവരും പോയി പരീക്ഷിച്ചതാണ്. നമ്മൾ റേഷൻ കടയിൽ ചെന്ന് ഈ പോസ്റ്റ് മെഷീനിൽ നമ്മുടെ കൈ അമർത്തിയാൽ പൂർവാധികം ശക്തിയോട് ഫുട്ബോൾ അടിക്കുന്ന പോലെ തെറിച്ചു വരും. മാപ്പള കലാസിയെയും മൂന്നാറിലിറങ്ങിയ അരിക്കൊമ്പനെയും കൊണ്ടുവന്ന് ഈ പോസ്റ്റ് മെഷീനിൽ അമർത്തിയിട്ടും ഈ മെഷീൻ അനക്കമില്ല. ഉണ്ടോ? ഏതെങ്കിലും റേഷൻ കടയിൽ നിന്ന് ഈ പോസ്റ്റ് അമർത്തി 1 മണി അരി ആർക്കെങ്കിലും കിട്ടിയതായിട്ട് നമുക്ക് പറയുവാൻ കഴിയുമോ? കേരളത്തിന്റെ രാഷ്ട്രീയം അത്രയ്ക്ക് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് 24 മണിക്കൂറും ജനമധ്യത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നമ്മളോടൊപ്പം എന്നും എപ്പോഴും പ്രവർത്തിക്കുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ മാത്രം ഒരു ഉദാഹരണം എടുത്താൽ 230 കോടിയുടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ സ്ഥാപിക്കുന്നു. നമ്മുടെ കോട്ടയം മേഖലകളിൽ 8 പുതിയ ട്രെയിനുകൾ ആരംഭിക്കുവാൻ അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്. എവിടെയും എപ്പോഴും ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പാർലമെന്റിനകത്തും പുറത്തും ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ പോരാട്ടത്തിൽ മുമ്പും പിമ്പുമായി നമുക്ക് നേതൃത്വം നൽകിയ നേതാവാണ്. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ ഏത് സർവേ, പെയ്ഡ് സർവേ, പണം കൊടുത്ത സർവേയിൽ താഴെയാക്കിയാലും ജനങ്ങളുടെ സർവേയിൽ വോട്ടെടുപ്പിൽ വിജയിച്ചു വരും, വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന ചിത്രം അതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആര് സ്ഥാനാർത്ഥിയാണെന്നുള്ളതല്ല, ഭരണഘടന നമുക്ക് തന്ന അവകാശം, നമ്മുടെ ജന്മാവകാശങ്ങൾ. ഇത്രയേറെ അവകാശങ്ങൾ ചവിട്ടിമതിക്കുന്ന മുഖ്യമന്ത്രിയെ പോലും അറസ്റ്റ് ചെയ്യുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ BJP ശ്രമിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മുടെ കൈകളിലാണ്. പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ അനുകൂലമായ കാലാവസ്ഥയാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അനേക ആളുകൾ അവരുടെ എല്ലാം രക്തത്തിൽ മുക്കിയെടുത്ത നമ്മുടെ ത്രിവർണ്ണ പതാക, അത് നമ്മുടെ മനസ്സിന്റെ ആവേശമായിരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ 2024 ഇന്ത്യൻ രാഷ്ട്രീയത്തെ പുനഃസ്ഥാപിക്കുവാനുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ഏപ്രിൽ മാസം 26-ാം തീയതി വഴി 26-ാം തീയതി വരെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഐക്യജനാധിപത്യ മുന്നണിയെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തന വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ശ്രീ രാജൻ കർണാട്ട്. ഏറെ ബഹുമാനായ യോഗാധ്യക്ഷൻ UDFിൻ്റെ നിയോജകമണ്ഡലം ചെയർമാൻ കൂടിയായ ശ്രീ ജോണി കുതിരവട്ടം, ആദരണീയരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ ചരിത്രപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ ഭാരതം നേരിടാൻ പോകുകയാണ്. കഴിഞ്ഞ 17 തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ നേരിട്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഭാരതം നേരിടാൻ പോകുന്നത്. ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം നമ്മുടെ രാജ്യത്തെമ്പാടും സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 3/4 നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ പൂർവികർ ചരിത്രത്തിൻ്റെ ഭാഗമായി എഴുതിയുണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യവും ഇതുപോലെ തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ചരിത്രപരമായ തെരഞ്ഞെടുപ്പാണ് ഈ അടുത്ത് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയിരിക്കുന്നു.
ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ് ഇന്ത്യയിലെ ജനങ്ങളെ മതപരമായി വേർതിരിച്ചുകൊണ്ട് മതേതരത്വം തകർത്തുകൊണ്ട് ഇന്ത്യയിൽ വർഗീയ ശക്തികളുടെ ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായി അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനെതിരെ നൂറ്റാണ്ടുകൾ പോരാടിയ നമ്മുടെ പിതാക്കന്മാർ നേടിയെടുത്ത ആ സ്വാതന്ത്ര്യവും നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഭരണഘടനയും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അജൈവമായ പോരാട്ടത്തിൻ്റെ ഭാഗമാകുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മോദി പ്രഭാവം ഉണ്ടെന്നൊക്കെ നമ്മുടെ എതിരാളികൾ പറഞ്ഞു വരുന്നെങ്കിൽ എന്താണ് മോദി പ്രഭാവം? എന്താണ് മോദിയുടെ ഗ്യാരണ്ടി? 2014 മോദി ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരമേൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സാമ്പത്തിക വ്യവസ്ഥിതിയാണോ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്? നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരമാണോ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്ന് നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമായ സാമ്പത്തിക സ്രോതസ്സുകൾ നിയന്ത്രിക്കപ്പെടുന്നത് അതാത് രാജ്യത്തെ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ടാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ്, രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ വ്യാവസായിക പുരോഗതിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഇന്ധനങ്ങളുടെ ഘടനയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം, 2014 മൻമോഹൻ സിംഗ് ഭരണമൊഴിയുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 40 രൂപയായിരുന്നു. അന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനത്തിന് ഒരു ബാരലിന് ക്രൂഡ് ഓയിലിന് $150 വരെ എത്തിയ കാലത്താണ് 40 രൂപയ്ക്ക് നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്നത് $80 $70 $90 താഴെയായി നിലനിൽക്കുമ്പോൾ നമ്മളിന്ന് 1 ലിറ്റർ പെട്രോളിന് കൊടുക്കേണ്ടത് 108 രൂപയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തട്ടിപ്പായിട്ട് 2 രൂപ കുറച്ചു എന്ന് പറഞ്ഞു. അതൊരു ഇലക്ഷൻ തട്ടിപ്പാണ്. അപ്പം മൻമോഹൻ 2014 40 രൂപയ്ക്ക് നമുക്ക് ലഭിച്ചിരുന്ന ഇന്ധനത്തിൻ്റെ വില മോദി BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇന്ധനത്തിൻ്റെ വില കുറയ്ക്കും എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്ന ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ 3 ഇരട്ടിയായി വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? അതുപോലെ തന്നെ മോദി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ വീട്ടമ്മമാർ, നമ്മുടെ ഭവനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായി ബാധിക്കുന്ന ഗ്യാസ് പാചകവാതകത്തിൻ്റെ വില 400 രൂപയായിരുന്നു. ആ 400 രൂപയിൽ നിന്നും മോദി 10 വർഷത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ അത് 1200 എത്തിയിരിക്കുന്നു. 300% വർധനവ്, 3 ഇരട്ടി പാചകവാതകത്തിൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നു. മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ മഹാരാജ്യ ജനങ്ങളുടെ മുമ്പിൽ വെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പാചകവാതകത്തിൻ്റെ വില ഗണ്യമായി കുറയ്ക്കും. അതായിരുന്നു അന്നത്തെ BJP ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി, മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി. എങ്കിൽ എത്രയോ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആ ജനാധിപത്യം സംരക്ഷിക്കുമെന്ന് നമ്മളോട് പറഞ്ഞവർ സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. പതിറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യ ആർജിച്ചെടുത്ത സാമ്പത്തിക വ്യവസ്ഥകളെ തകർത്തുകൊണ്ട്, അവർ സാമ്പത്തിക രംഗത്തെ തകർത്തുകൊണ്ട്, അവർ നമ്മൾ ആർജിച്ചിരുന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കരയും കടലും ആകാശവും വിറ്റ് അവർ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നു. 2000 അനുബന്ധിച്ച് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനായിരുന്ന അംബാനിയുടെ സ്വത്ത് 11 ലക്ഷം കോടിയിലധികമായിരിക്കുന്നു. കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുകയും സ്വേച്ഛാധിപത്യപരമായി ഇന്ത്യയുടെ ഭരണം നടത്തുകയും ജനങ്ങളെ സമസ്ത മേഖലകളിലും വഞ്ചിക്കുകയും ചതിക്കുകയും അവരുടെ ജീവിത നിലവാരം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന ഈ ഗവൺമെൻറ് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കണമോ? ഇന്ത്യയെ മതപരമായി വിഭജിക്കുവാൻ 1947 ബ്രിട്ടീഷുകാരനെടുത്ത അതേ നിലപാടിലേക്ക് ഇന്ന് BJP സർക്കാർ പോയിരിക്കുന്നു. എന്താണ് 1947 ബ്രിട്ടീഷുകാരൻ എടുത്തത്? ഇന്ത്യയെ മതപരമായി വിഭാഗിക്കുവാൻ അവർ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഇന്ത്യയിൽ മതപരമായ വിഭജനം ഇന്ത്യയും പാകിസ്ഥാനും രൂപപ്പെട്ടത്. അത്തരത്തിൽ ഇന്ത്യയെ മതപരമായി വിഭജിക്കുവാൻ 3/4 നൂറ്റാണ്ടിന് മുമ്പ്
ഈ വിദേശ ശക്തിയായ ബ്രിട്ടൻ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് ഇന്ത്യക്കകത്തുള്ള ഇന്ത്യക്കാരെന്ന് അഭിമാനിക്കുന്ന BJP ഇന്ത്യയെ മതപരമായി വിഭജിക്കുവാൻ, മതപരമായി ഇന്ത്യയെ തകർക്കുവാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ ഭരണഘടന നാം കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യ മഹാരാജ്യം കാത്തു സൂക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയത്തക്ക ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അത് അസാധുവാകാൻ പോകുന്ന തരത്തിലേക്ക് ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അതിലുപരി ഇന്ത്യ മഹാരാജ്യത്തെ കൊള്ളയടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? 2017 BJP സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്രോതസ്സുകൾ വെളിപ്പെടുത്താതെ സംഭാവന സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ വിരുദ്ധമായ ഇലക്ട്രൽ ബോണ്ട് നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ കണ്ടുപിടിക്കുന്നു. സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ തകർക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ട്. അതായത് കോർപ്പറേറ്റുകൾക്ക് സ്രോതസ്സുകൾ വെളിപ്പെടുത്താതെ ആർക്ക് കൊടുത്തു എന്ന് പറയാതെ കോടിക്കണക്കിന് രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതിനുള്ള ഒരു കുറുക്ക് വഴിയായി BJP ധനം സമാഹരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. ഏതാണ്ട് 6000 കോടി രൂപയാണ് 2019 ശേഷം BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനകൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കണം. ഏതാണ്ട് 10,000 കോടി രൂപയുമായിട്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യത്ത് നടക്കുന്ന കൊള്ള, രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ അട്ടിമറിക്കുന്നത്, രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത തകർക്കുന്നത്, ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എഴുതി വിൽക്കുന്നത്, ഇന്ത്യയെ മതപരമായി വിഭജിക്കുന്നതിനും മതപരമായ വർഗീയ വിദ്വേഷം നമ്മുടെ രാജ്യത്ത് ആളിക്കത്തിക്കുന്നതിനും വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഭരണം കൈയടക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യ ധ്വംസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട 2 BJP വിരുദ്ധ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടച്ചിരിക്കുന്നു. എതിർ കക്ഷികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും എതിർപക്ഷത്തുള്ളവരെ നിരാശരാക്കുന്ന, നിശബ്ദരാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി BJP സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഞാൻ കൂടുതലായി ഈ വക കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിപ്പിക്കുന്നില്ല. നമ്മുടെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകനായി മത്സരിക്കുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ചൊക്കെ എതിരാളികൾ ആക്ഷേപം പറയുന്നുണ്ട് അദ്ദേഹം മണ്ഡലത്തിലൊന്നും ഇല്ലെന്ന്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം നമ്മൾ മനസ്സിലാക്കണം. അച്ചൻകോവിൽ മുതൽ തമിഴ്നാടിൻ്റെ കിഴക്കതിർത്തിയായ, നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കതിർത്തിയായ തമിഴ്നാടിൻ്റെ അതിർത്തി കൂടിയ അച്ചൻകോവിൽ മുതൽ പത്തനാപുരത്തൂടെ കടന്ന് ആയൂരിൽ വന്ന് കുന്നത്തുനാട് കയറി മാവേലിക്കരയിലൂടെ ചെങ്ങന്നൂരിലൂടെ കുട്ടനാടിലൂടെ ചങ്ങനാശ്ശേരിയിലൂടെ ഏതാണ്ട് എറണാകുളം ജില്ലയുടെ അതിർത്തി വരെ ചെല്ലുന്ന വിസ്തൃതിയുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിലാണ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് MP ആയി പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യനെ കൊണ്ട് ഓടിയെത്താവുന്നതിൻ്റെ പരമാവധി അദ്ദേഹം ഓടിയെത്തി. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നിന്നുകൊണ്ട്, ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നേരെ നിന്നുകൊണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തിക്കേണ്ടത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ മാത്രം ആവശ്യമല്ല, നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വിശ്രമമില്ലാതെ കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയക്കണം.
അതിനുവേണ്ടി നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ വിശ്രമമില്ലാതെ ഈ രണാങ്കണത്തിൽ പോരാടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ ബാബു വലിയവിടൻ. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ജോണി കുതിരവട്ടം, വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സുഹൃത്തുക്കളെ, നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അനിവാര്യതയും അതിൻ്റെ കടമകളുമൊക്കെ നമുക്കറിയാം. ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും മഹത്തരമായി കാണുന്ന ഒരു കാര്യം കഴിഞ്ഞ കാലങ്ങളിലൊന്നുമില്ലാത്ത വിധം ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഇന്ന് ഭരിക്കുന്ന മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ നമുക്ക് ഇന്ന് വരെ ജീവിച്ച പോലെ നാളെ ജീവിക്കുവാൻ പറ്റുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനം. ഭരണഘടന മാറ്റുന്നത് ഉൾപ്പെടെ ഈ രാജ്യത്തെ എന്തെല്ലാം കൊള്ള ചെയ്യാമോ, ഇവിടുത്തെ വംശീയ കൊലപാതകം ഉൾപ്പെടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാക്കുന്ന പാർട്ടിയാണ് BJPയും മോദിയും. അതിനോടൊപ്പം മോദിയുടെ ഏകാധിപത്യവും കൂടി ആയപ്പോൾ നാളെ ഇനിയും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്, ശ്രീ മോദി ചേട്ടൻ ബാവയാണെങ്കിൽ അനിയൻ ബാവയാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ഗവൺമെന്റ് അവരുടെ ഗവൺമെന്റ് സഹായത്തോടുകൂടി SFI കാണിക്കുന്ന കൊലപാതകങ്ങൾ, അക്രമ രാഷ്ട്രീയങ്ങൾ, നമുക്ക് സിവിൽ സപ്ലൈസിൽ ചെന്നാൽ സാധനമില്ലാത്ത സ്ഥിതി, ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സ്ഥിതി, കൃഷിക്കാരെ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ദ്രോഹിക്കുന്ന ഒരു ഗവൺമെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായൊന്നും വിശദീകരിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ കൂടുതൽ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടിയും അല്ലാതെയും വായിച്ചും മനസ്സിലാക്കുന്ന നിങ്ങൾ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നും ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നും ഇതിനൊരു അറുതി വരുത്തേണ്ട ബാധ്യത നമ്മുടെ തന്നെ നിക്ഷിപ്തമായിട്ടുള്ളതാണ് എന്നും ബോധ്യമുള്ള ആളുകളാണ്. അങ്ങനെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ വളരെ ആത്മാർത്ഥതയോടെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും ജനവിധി തേടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഒരു 1.5 ലക്ഷത്തോടടുത്ത് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതിനായി ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. RSP നേതാവ് ശ്രീ PN നെടുവേലി സാർ. ബഹുമാന്യരായ നേതാക്കന്മാരെ, സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സൂര്യതാപം ഏറ്റിട്ട് സംസാരിക്കാൻ വയ്യെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ദയവായി എല്ലാവരും എന്നോട് ക്ഷമിക്കണം. RSPയുടെ മുഴുവൻ പ്രവർത്തകരും ഈ വിജയത്തിനായി സജീവമായി ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജിജി പൂന്തല.
യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ത്യ മഹാരാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. നമുക്കറിയാം, ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് ഇതൊരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നു നിന്ന് ആരെങ്കിലും ആക്രോശിച്ചാൽ പോലും നമ്മൾ ക്ഷമിക്കും. പക്ഷേ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി പരാക്രമം കാണിച്ചാൽ നമ്മൾ ആരും ക്ഷമിക്കത്തില്ല. അടിച്ചാൽ തിരിച്ചടി കൊടുക്കുവാൻ കഴിയുന്ന ഒരു ജനതയാണ് ഇന്ത്യയിലുള്ളത്. നമുക്കറിയാം, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി നമ്മുടെയൊക്കെ ജനാധിപത്യ വിശ്വാസത്തെ തകർക്കുകയും മതേതര സ്വഭാവത്തെ തകർക്കുകയും മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേര് പറഞ്ഞ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ രണ്ട് തട്ടിലേക്ക് വിഭജിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണതന്ത്രം ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തിയായി പ്രതികരിക്കുവാനുള്ള ഇന്ത്യൻ ജനതയുടെ അവകാശമാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും നടന്ന് ഇന്ത്യയിലെ ജനങ്ങളെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒന്നിപ്പിച്ചു നിർത്തുവാൻ പരിശ്രമിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ, ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര ഭരണം നിലവിൽ വരുവാൻ നമ്മുടെ ഉദ്ഘാടകനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ എത്തിയിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമ്മളുടെ സ്ഥാനാർത്ഥികൾ, UDFൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പാർലമെൻറ്റിലേക്ക് അയക്കുവാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എല്ലാവിധമായ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ ഔപചാരികമായ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഈ കൺവെൻഷൻ്റെ അധ്യക്ഷനായി UDFൻ്റെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജൂണി കുതിരവട്ടത്തെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. തെരഞ്ഞെടുപ്പ് കൺവെൻഷന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കൺവീനർ അഡ്വക്കേറ്റ് നാഗേഷ് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാന്യായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, UDFൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജൂണി കുതിരവട്ടം, നമ്മുടെ കൺവെൻഷൻ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന KPCC അച്ചടക്ക സമിതിയുടെ ചെയർമാനും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ഏറ്റവും ബഹുമാന്യായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവറുകൾ, നമ്മളെല്ലാം ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവറുകൾ, ഈ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ UDFൻ്റെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം ലാഘവത്തോടുകൂടി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യ മഹാരാജ്യം നാളെ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന, ഈ രാജ്യത്തിന് ജനാധിപത്യമുണ്ടാക്കിയ, ഈ രാജ്യത്ത് മതേതരത്വം കാത്തുസൂക്ഷിച്ച ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ കാത്ത് സംരക്ഷിച്ച് അവർക്കു വേണ്ടി ഭരണം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ സഖ്യഭരണം ഈ രാജ്യത്ത് ഉണ്ടാകുവാൻ പോകുവാനുള്ള ഏറ്റവും ഐതിഹാസികമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. ഈ തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരായ നമ്മുടെ ഓരോരുത്തരുടെയും രാഷ്ട്രീയ പ്രവർത്തനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്ന, ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ മോദി സർക്കാരിൻ്റെ ദുർഭരണം ഈ രാജ്യത്ത് അവസാനിപ്പിക്കുവാനായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സുവർണ അവസരം, അത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഇനിയും വരുന്ന ദിവസങ്ങളിൽ വളരെ ഉത്തരവാദിത്വത്തോടെ, വളരെ അർപ്പണ മനോഭാവത്തോടെ സജീവമായി നമ്മുടെ മറ്റ് ദൈനംദിന പ്രശ്നങ്ങളൊക്കെ അല്പമൊന്ന് മാറ്റിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റേതായ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട്, ആ അടിയന്തര പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സമയാസമയങ്ങൾ നിശ്ചയിക്കുന്ന ഷെഡ്യൂളുകൾക്കനുസരിച്ച് നമ്മുടെ മണ്ഡലം കൺവെൻഷനുകളും ബൂത്ത് കൺവെൻഷനുകളും ഭവന സന്ദർശനങ്ങളും മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമെല്ലാം സിസ്റ്റമായി ചിട്ടയായി നടത്തിക്കൊണ്ടു പോകുവാനുള്ള തീരുമാനമാണ് ഇന്നത്തെ കൺവെൻഷൻ നമുക്ക് എടുക്കേണ്ടത്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് UDFൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും സഹപ്രവർത്തകരുമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഈ കൺവെൻഷൻ വെറുമൊരു നമ്മുടെ ഒരു യോഗമായി കാണാതെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കി മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു കൺവെൻഷനായി മാറണം. അതിന് നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണ വരും ദിവസങ്ങൾ ഉണ്ടാകണമെന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഈ കൺവെൻഷന് ശേഷം ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന് കിഴക്ക് വശം നമ്മൾ ഈ കൺവെൻഷന് ശേഷം അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടും. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ ജോസഫ് M. പുതുശ്ശേരി XMLA ആണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ചടങ്ങിലും നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഏറ്റവും ബഹുമാനായ UDFൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജൂണി കുതിരവട്ടമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, ചെങ്ങന്നൂരിലെ UDFൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സജീവമായി നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ജൂണി കുതിരവട്ടത്തെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കോൺഗ്രസ് നേതാവ്, KPCCയുടെ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ, ഏറ്റവും ജനകീയനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവറുകളാണ്. വളരെ ആദരപൂർവ്വം ചെങ്ങന്നൂർ നിയോജക മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളേവരും പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇവിടെ എത്തിച്ചേരും. നമുക്കറിയാം, ഒരു സ്ഥാനാർത്ഥി, ഒരു MP എങ്ങനെയായിരിക്കണം എന്നുള്ളത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ കണ്ടുപഠിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സൂചിപ്പിച്ചു. ഒരു പഞ്ചായത്ത് അംഗം എങ്ങനെ വാർഡിൽ പ്രവർത്തിക്കുന്നോ എന്നുള്ളതുപോലെ തന്നെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ഈ വലിയ ലോകസഭാ മണ്ഡലത്തെ കാത്തുസൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തുടർച്ചയായി ജയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എതിരാളികൾ പറഞ്ഞു പരത്തുന്നത്. ഒരാൾ തുടർച്ചയായി ജയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, അദ്ദേഹം തന്നിൽ ഏൽപ്പിച്ച ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വം വളരെ കാര്യക്ഷമമായി സത്യസന്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് മാവേലിക്കര പോലെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ ചായ്വുള്ള ഒരു ലോകസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 വട്ടവും അദ്ദേഹത്തിന് ജയിക്കുവാൻ കഴിഞ്ഞത്. അദ്ദേഹം മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും മനസ്സിൽ ഇടം നേടിയത് കൊണ്ടാണ്. അതുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ എന്തൊക്കെ രീതിയിൽ അധിക്ഷേപിച്ചാലും അത് അദ്ദേഹത്തിൻ്റെ ജനകീയതയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ മാവേലിക്കരയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് യാതൊരു സംശയവുമില്ല. ഏതൊക്കെ സർവേ എങ്ങനെയൊക്കെ വന്നാലും അതൊക്കെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ അവർ തയ്യാറാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്.
തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ ഏറ്റവും ബഹുമാനായ ശ്രീ എം മുരളി XMLA ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ശക്തവും ധീരവുമായി നേതൃത്വം നൽകുന്ന, നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന AICCയുടെ കോർഡിനേറ്റർ ഏറ്റവും ബഹുമാനായ ശ്രീ ടോമി കല്ലാനിയെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കോശി, നമുക്കൊരു മുഖവുരയുടെ ആവശ്യമില്ല. ഏറ്റവും മികച്ച സംഘാടകൻ, കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച സംഘാടകനാണ് ശ്രീ കോശി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കുമില്ല. അഡ്വക്കേറ്റ് കോശിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ബഹുമാനായ അഡ്വക്കേറ്റ് കോശിയെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ KPCCയുടെ സെക്രട്ടറി, നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചുമതല KPCC ഔപചാരികമായി ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാനായ ശ്രീ ജോസി സെബാസ്റ്റ്യൻ അവരുകളെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ അഡ്വക്കേറ്റ് D വിജയകുമാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് AB കുര്യാക്കോസിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ സെക്രട്ടറി ശ്രീ സുനിൽ P ഉമ്മനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കൂടിയായ അഡ്വക്കേറ്റ് KR മുരളീധരനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ EY മുഹമ്മദ് ഹനീഫ മൗലവിയെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ രാജൻ കണ്ണാട്ടിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ ബാബു വലിയ വീടിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജിജി പുന്തരയെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. RSP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ PN നെടുവേലിയെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. KPCC അംഗം ശ്രീ രാധേഷ് കണ്ണന്നൂരിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ മാവേലിക്കര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസ് ചുമതല വഹിക്കുന്ന ശ്രീ PV ജോണിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വാർ റൂമിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ ജോജി ചെറിയാനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി സുജ ജോണിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ശാന്തകുമാരി ചേച്ചിയെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ചെങ്ങന്നൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ശോഭ വർഗീസിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യരായ പ്രസിഡന്റുമാർ അഡ്വക്കേറ്റ് KR സജീവൻ, ശ്രീ സുജിത് ശ്രീരംഗം എന്നിവരെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനായ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്കേവർക്കും ആവേശകരമായ മാവേലിക്കരയുടെ മനസ്സിൽ ഇടം നേടിയ, കഴിഞ്ഞ 3 വട്ടവും മാവേലിക്കര മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശകരമായ വരവേൽപ്പാണ് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഏവരുടെയും നേതാവ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MPയെ ഒരിക്കൽ കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ സണ്ണി കോവിലകം, ശ്രീ തോമസ് ചാക്കോ, ശ്രീ ബിബിൻ മാമൻ, ശ്രീ അഡ്വക്കേറ്റ് R ഹരികുമാർ, അവരെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് തോമസിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. INDUCയുടെ നേതാവ് ശ്രീ K ദേവദാസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസംഘടിത തൊഴിലാളി കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ KB യശോധരനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളായ അഡ്വക്കേറ്റ് മിഥുൻ മയൂരം, ശ്രീ ഷമീം റാവുത്തർ എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോൺസ് മാത്യുവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. RSPയുടെ
നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ CN പ്രസന്നകുമാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VS ബിജുവിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ ഷിബു ഉമ്മനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അവരെ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടവരാണ്. ഈ കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സേവാദൾ INTUC അടക്കമുള്ള മുഴുവൻ പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം നേതാക്കളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നഗരസഭയുടെ ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. UDFൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കന്മാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പോഷക സംഘടനകളുടെ നേതാക്കന്മാർ, ഈ കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും സമയക്കുറവ് മൂലം എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആരുടെയെങ്കിലും പേര് മനഃപൂർവ്വമായി പറഞ്ഞതല്ല എന്ന് അത് തെറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഏറ്റവും ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്നേഹനിധിയായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ജോണി കുതിരവട്ടം, കേരളത്തിലെ ബഹുജന മനസാക്ഷിയെ ഉണർത്തുകയും ബഹുജന പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജീവൻ നൽകുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ ജീവനിൽ ജീവനായ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, സ്നേഹനിധിയായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ M മുരളി ex-MLA, ശ്രീ കോശി അടക്കം മറ്റ് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹിതരെ, ഒരു കൺവെൻഷൻ്റെ അന്തരീക്ഷത്തിൽ നിങ്ങളെല്ലാവരും വളരെ ആഗ്രഹത്തോടു കൂടിയും ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയാണ് എന്നെനിക്കറിയാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 365 ദിവസവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന കേരളത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. 365 ദിവസവും തെരഞ്ഞെടുപ്പ്, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു റെസ്റ്റ് പൊതുപ്രവർത്തകർക്ക് ആർക്കാണെങ്കിലും ഉണ്ടാകുമല്ലോ. ഒരു റെസ്റ്റും ഇല്ല. എല്ലാം സജീവമാണ്. എല്ലാ ആളുകളെ ഒന്നുകിൽ വിളിക്കും, അല്ല തട്ടി വിളിക്കും. രണ്ടായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസും അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസും നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു സഹോദരങ്ങളെപ്പോലെ നന്നായിട്ട് നീങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിൽ പോകേണ്ടി വന്നത് അദ്ദേഹത്തിനും ദുഃഖമായിരുന്നു, നാട്ടുകാർക്ക് അതിനേക്കാൾ കൂടുതൽ ദുഃഖമായിരുന്നു. ഇവിടെ മാവേലിക്കര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മാറ്റങ്ങളുടെ ഒരു കാറ്റ് വീശാൻ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യം മറക്കാൻ കഴിയില്ല. എത്രയോ വലിയ മാറ്റങ്ങൾ ജനാധിപത്യപരമായി ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളും അതിൻ്റെ അത്യുജ്വലമായ ഒരു അധ്യായം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഞാൻ ഓർക്കുന്നു, ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ ആദ്യം ഞാൻ കാണുന്ന ദിവസം അന്നത്തെ ചിരി ഇന്ന് വരെ മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുമുള്ള വിജയം നേരുകയാണ്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെ. മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 2 മുഖ്യമന്ത്രിമാരെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു. ഒരാൾ അറസ്റ്റിൻ്റെ തലേ ദിവസം രാജിവെച്ചു, മറ്റേ ആൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഞാൻ ചോദിച്ചൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പോളിംഗ് ആരംഭിക്കുന്നതിന് 30-32 ദിവസങ്ങൾ മാത്രം നിൽക്കെ
എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചത്? ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നൊരു സാവകാശമെടുത്താൽ പോരായിരുന്നു? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് നോക്കാൻ പറ്റും. പക്ഷേ നീതിന്യായ കോടതിയിൽ പോലും അവർ പോലും അംഗീകരിക്കാത്ത വിധത്തിൽ ശ്രീ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ശ്രീ നരേന്ദ്രമോദി കുറിച്ചത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ തെറ്റായ പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രീയ എതിരാളികളെ ജയിലിനകത്തിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നിരുന്നത് എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി മത്സരിക്കാൻ ഒരാൾ പോലും ഉണ്ടാകുമായിരുന്നു. നമ്മൾ ജനാധിപത്യത്തിൽ എല്ലാവരെയും പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് അവരുടെ വ്യൂ പോയിന്റുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിയോജിക്കുന്നതിനുള്ള അവകാശം ജനാധിപത്യപരമായി നമുക്ക് കിട്ടിയിട്ടുള്ള പൗരാവകാശമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി പോകുന്നതിന് പകരമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ജയിലിനകത്താക്കി അവരെ ബഹുജന മധ്യത്തിൽ അപമാനിച്ച് അവരെങ്ങനെയും തേജോവധം ചെയ്ത് ജനമധ്യത്തിൽ അവരുടെ യശസ് തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പുതിയ അനുഭവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കാതൽ മതനിരപേക്ഷതയാണ് എന്നുള്ളത് ആർക്കാണ് അറിയില്ലാത്തത്? എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുകയാണ്. ഇപ്പം ഈ ഹോളിനകത്ത് കൂടിയിട്ടുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. കാരണം നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണിയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്ക് നിൽക്കാം. ജനാധിപത്യപരമായി ഒരുമിച്ച് ചേരുന്നതിനുള്ള അവകാശം നമുക്കുണ്ട്. ആ അവകാശത്തെ തകർത്തുകൊണ്ട് മതനിരപേക്ഷത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നരേന്ദ്രമോദി മാത്രമല്ല, അതിന് പറ്റിയ ചില ആളുകളെ കൂടി അദ്ദേഹം കൂട്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ നമ്മൾ ഭരണഘടനയ്ക്കകത്തെ ഓരോ വാക്കും മാറ്റുന്നതിന് വേണ്ടി പുതിയ വാക്കുകൾ ചേർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഏകാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരികയും ഏകാധിപത്യ പ്രവണതകൾ അതേപടി തുടർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകാധിപത്യവാദികളുടെ ഒരു രാജ്യമായി ഇന്ത്യ രാജ്യത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ്. നമുക്കതിനോട് സന്ധിയില്ല. സമരം നടത്തിയെങ്കിൽ മാത്രമേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഗാന്ധിജിയുടെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലോകോത്തരമായ അഭിപ്രായത്തോടു കൂടി നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന ആ സ്വാതന്ത്ര്യം സംരക്ഷിച്ച് നിർത്താൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്, നമ്മുടെ രാജ്യത്ത് ആളുകളെ വേർതിരിക്കുന്ന സമീപനമാകാമോ? ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് സുരക്ഷിതം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണ്ടേ? നമ്മളുടെ ഭരണഘടനയ്ക്കകത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. അത് BJPയിൽപ്പെട്ടവരോ നരേന്ദ്രമോദി ഫാനുകളോ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മതന്യൂനപക്ഷങ്ങൾക്ക് അവിടെ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഭരണഘടനയ്ക്കകത്ത് ഉറപ്പ് ഉണ്ട്. മൗലികാവകാശത്തിൽപ്പെട്ടതാണ് അഭിപ്രായം. ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ എല്ലാം നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ മതന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞു. മോഡിയുടെ ഉറപ്പുകളാണ് എന്ന്. ആ ഉറപ്പ് തന്നെ പാലിക്കുന്ന ആർക്കാ ഉറപ്പ്? ഇതിനു മുമ്പ് കുറേ ഉറപ്പുകൾ കൊടുത്തു. ആ ഉറപ്പുമെല്ലാം പാലിച്ചോ? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ പേരിൽ ബാങ്കുകളിൽ 1,15 പീഡനം നടക്കുമ്പോൾ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് പോലെ ഈ മതനിരപേക്ഷതയിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന് വരികിൽ ഭരണഘടനയുടെ 356 വകുപ്പ് വെച്ച് ആ ഗവൺമെന്റിനെ പിരിച്ചുവിടേണ്ടതല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് വെച്ച് ഇന്ത്യയിൽ പല ഗവൺമെന്റുകളെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. 50% ജോലി നമ്മളുടെ സഹോദരിമാർക്ക് വേണ്ടി മാറ്റിവെക്കും, അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടർ ആളുകളുണ്ട്, സത്യം പറഞ്ഞാൽ അവർ
പണിയെടുക്കുക അല്ലാതെ പ്രതിഫലം കിട്ടുന്നതേയില്ല. പണ്ടൊരു മാർക്സിസ്റ്റ് നേതാവ് പറഞ്ഞു, വയലിൽ പണിതാൽ വരമ്പത്ത് കൂലി കൊടുക്കുമെന്ന്. പക്ഷേ ഒരു സാധാരണക്കാർ കുടുംബത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട വീട്ടമ്മ രാവിലെ 6 മണിക്കുടരണ്ടേ, എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ, രാത്രി ആഹാരം കഴിക്കും, ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കും. ആ വീട് ഉറങ്ങുന്നത് വരെ ആ അമ്മ ആ പ്രവൃത്തിയിൽ ഇരിക്കുകയാണ്. നേരം വെളുത്താൽ ആ പാവപ്പെട്ട അമ്മ അതിനും വീണ്ടും പോകട്ടെ. എന്താ അവർക്കുള്ള വരുമാനം? വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അവർക്കെന്തെങ്കിലും വരുമാനമുണ്ടോ? അവർക്കെന്തെങ്കിലും പരിഗണനയുണ്ടോ? അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് സമൂഹം ആലോചിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി സ്വപ്നം കാണുന്ന ഭാരതത്തിൽ പട്ടിണി കിടക്കുന്ന നമ്മളുടെ ഒരമ്മയും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ന്യായ യാത്രയ്ക്കകത്ത് അദ്ദേഹം നാരി ന്യായ എന്ന് പറയുന്ന പുതിയ അധ്യായം കൂടി എഴുതി ചേർത്തത്. എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതൊന്നും പറയാനില്ലാത്തത്? അദ്ദേഹത്തിന് വ്യക്തിപരമായി സ്ത്രീകളുടെ വിഷമത്തെക്കുറിച്ച് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. അങ്ങനെയുള്ള തൊഴിലാളികൾക്കുള്ള അവർക്കുള്ള സൗകര്യങ്ങൾ, കർഷകർക്കുള്ള സൗകര്യങ്ങൾ, കർഷകരുടെ സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വടക്കേ ഇന്ത്യയിലെ കർഷകരെല്ലാവരും ഒരുമിച്ച് യാത്രയില്ലല്ലേ? അവരെ എങ്ങനെയാണ് നരേന്ദ്രമോദി നേരിട്ടത്? അവരെ ബയണറ്റ് വെച്ച് അവരെ നേരിടുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ഡൽഹി പട്ടണത്തിൽ കയററ്റാതിരിക്കുന്നതിന് വേണ്ടി വെള്ളം അർദ്ധ സൈനിക